ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. അതും ഫ്ലിപ്കാർട്ടും ആമസോണും പോലെ നല്ല അടിപൊളി ആപ്പുകളിൽ വരുന്ന ഒരു ആഡിലാണ് നമ്മൾ ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡൽഹിയിലുള്ള മൽവിയ നഗറിലാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ കുഞ്ഞൂട്ടനും ഞാനും ചേർന്നിട്ടുള്ളൊരു മോം ബേബി ഷൂട്ടിനാണ് നമ്മളെ വിളിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ആണെങ്കിലും കുഞ്ഞൂട്ടനാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി 11 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തണം എന്നാണ് അവർ പറഞ്ഞിരിക്കണേ. അപ്പോൾ എനിക്കുള്ള കോസ്റ്റ്യൂം അവർ തരും. കുഞ്ഞൂട്ടനുള്ള ഒരു 4-5 ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ. അതിൽ നിന്ന് അവരൊന്ന് സെലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ലിറ്റിൽ പിയുടെ ബേബി ക്യാരിയിങ് ബാഗും ബേബി സ്ട്രോളറിൻ്റെയും ആഡിനാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു. പിന്നെ കുഞ്ഞൂട്ടനാണെങ്കിൽ ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ അവൻ്റെ ബാഗും ചെരുപ്പും ഷൂവും എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അവന് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഡയപ്പർ ബാഗിൽ വെച്ചു. പിന്നെ അവൻ എണീറ്റതും അവനെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നേരത്തെ ഞാൻ അങ്ങോട്ട് കുളിപ്പിക്കാറില്ല, അതുകൊണ്ട് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ റെഡിയായി നേരെ സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബ് വന്നു, ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതും ഇത്രയും വലിയ ആപ്പുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഫോട്ടോ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് നമ്മുടെ ഫ്രണ്ട്സ് ത്രൂ ആണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവരോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഇച്ചുവിനോട് ചോദിക്കുക എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ആളൊരു കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂറിലെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ കം ഈ ഒരു സ്റ്റുഡിയോയുടെ ഓണറായിട്ടുള്ള ബിന്ദിത ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റുഡിയോയാണ്. എല്ലാ സൗകര്യങ്ങളും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഡൽഹിയിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽസിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സും പിന്നെ അവരുടെ ആക്സസറീസും മേക്കപ്പ് ഏരിയയും പാൻട്രി റെസ്റ്റ് റൂം അങ്ങനെ എല്ലാം ഉള്ളൊരു സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ബേബി ക്യാരിയിങ് ബാഗിൻ്റെ ഓണർ വന്നിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് വേണം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്കുള്ള കോസ്റ്റ്യൂം അവരാണ് കൊണ്ടുവരിക എന്നാണ് കേട്ടോ ബിന്ദിത പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം കൊണ്ട് അവരെനിക്ക് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തന്നു. പിന്നെ മേക്കപ്പ് ലൈറ്റായിട്ടൊന്ന് ചെയ്ത് തന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ബിന്ദിത. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവർ കോഫിയൊക്കെ തന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ബിന്ദിതയുടെ ഒരു അസിസ്റ്റൻ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞൂട്ടൻ്റെ കുറച്ച് സിംഗിളായിട്ടുള്ള ഫോട്ടോസ് അവരെടുത്തു. അവരുടെ വേറൊരു പ്രൊഡക്റ്റിൻ്റെ ആഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഓണർ വന്നു. അവരെനിക്ക് കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് തന്നു കേട്ടോ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ബ്ലാക്ക് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഫിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. പിന്നെ അവരെന്നോട് പോണി ടെയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഫ്രീ ഹെയർ ആണ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായി. പക്ഷേ ഇതിന് ഒന്നും കൂടി സൂട്ടാവുക പോണി ടെയിലാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കുഞ്ഞൂട്ടനാണെങ്കിലും ഞാൻ കൊണ്ടുപോയ ഡ്രസ്സുകളിൽ വെച്ചിട്ട് അവർ ഈ ഒരു റെഡ് കളർ ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാകുമ്പോൾ ഒന്നും കൂടി ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അവൻ എന്തായാലും നല്ല കാമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വാശിയോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരവിടെ ക്യാമറയും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ലൈറ്റ്സൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ലിറ്റിൽ പിയുടെ ബേബി ക്യാരിയിങ് ബാഗ്. അപ്പോൾ ഇത് ഇടാനായിട്ട് എനിക്ക് അത്രയ്ക്ക് അറിയാത്തതുകൊണ്ട് അവരൊരു ഡെമോ എനിക്ക് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇത് റെഡിയാക്കുകയാണെങ്കിൽ അത്രയും സമയം കുറഞ്ഞു കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് നേരം നീണ്ടു പോകുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഒരുപാട് നേരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം അതിനനുസരിച്ച് പോകുമല്ലോ. അപ്പോൾ കുഞ്ഞാണെങ്കിലും വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വേഗം തീർക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ വീഡിയോ ഓക്കെ ആയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. ബേബി ക്യാരിങ് ബാഗ് വേറൊരു കമ്പനിയുടെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഞാനത് അധികം യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഒരുപാട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവനെ കയ്യിലങ്ങോട്ട് എടുക്കാറാണ് പതിവ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ കയ്യിലുള്ളതിനെക്കാട്ടിലും ഈ ഒരു ബാഗ് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ലിറ്റിൽ പി ബേബി ക്യാരിങ് ബാഗ് എന്നൊന്ന് നോക്കിയാൽ മതി. സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ബേബീനെ ഇതിൻ്റെ അകത്ത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് ബെൽറ്റൊക്കെ ഇട്ട് വീഡിയോ എടുത്തു. പിന്നെ കുഞ്ഞൂട്ടനെ അതിൻ്റെ അകത്ത് അവർ കയറ്റി ഇരുത്തിയിട്ട് കുറച്ച് വീഡിയോ പോലെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇരിക്കാനായിട്ട് സീറ്റ് പോലെ ഒരു കുഷ്യൻ പോലൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ അവരൊന്നും കൂടി കംഫർട്ടായിട്ടിരിക്കും. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നതിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അവന് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുഷ്യൻ പോലെ നല്ലൊരു സീറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് അവർക്ക് ഇരിക്കാം. അവനെ എന്തായാലും അവരെല്ലാവരും കൂടി ഓരോ കളിപ്പാട്ടമൊക്കെ കാണിച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊക്കോമെലൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ അവൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ബാഗിലൊക്കെ ഇങ്ങനെ തേൻ ഒലിപ്പിച്ച് വെച്ചു. പിന്നെ അതിന് കുറച്ച് നേരം ഡ്രൈ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുത്തു കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. പിന്നെ നമ്മുടെ ഈ ആഡ് വന്നിട്ട് ഒരാഴ്ചയും കൊണ്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫസ്റ്റ് ക്രൈ ആപ്പിലും ഒക്കെ വരുന്നതാണ് കേട്ടോ പറഞ്ഞത്. അതിന് പുറമെ ഇവരുടെ തന്നെ ലിറ്റിൽ പിയുടെ വെബ്സൈറ്റിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടൊന്ന് നോക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് 6 മാസമായിട്ടുള്ള കുഞ്ഞു തൊട്ട് 3 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് മെയിനായിട്ട് യൂസ്ഫുള്ളാവുക പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ബേബീനെ പിടിക്കാൻ ഇപ്പോൾ ആരും ഹെൽപ്പിനില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അവരെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് സേഫായിട്ട് ഇരുന്നോളും. വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് നമുക്ക് കയ്യിൽ വേണ്ട ഒരു സംഭവം തന്നെയാണ് അമ്മമാരുടെ കയ്യിൽ. കംഫർട്ടായിട്ടുള്ള ഒരു ബേബി കാരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചൂസ് ചെയ്തോളൂ കേട്ടോ. 100% ഞാൻ പറയുന്നു അടിപൊളി സംഭവമാണ്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ആഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ഫോട്ടോസൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വന്നപ്പോൾ ഡബിൾ ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളൊരു ഫോട്ടോയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനിതിൽ വന്ന് നമുക്ക് കിട്ടിയ നല്ല അടിപൊളി ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം ലാസ്റ്റ് വരെ. ഇനി ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു ബേബി കാരിയറിനെ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഹിപ്പിൽ മാത്രം ഈ സീറ്റ് ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബെൽറ്റ് പോലെ കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റേ നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടാണ് നമുക്ക് അവരെ എടുക്കുമ്പോഴാണെങ്കിലും അവർക്കാണെങ്കിലും അവർക്കൊരു സീറ്റിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ഷോട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കംഫർട്ടാണ് ബേബീന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഡോർ അതായത് സ്റ്റുഡിയോയിലുള്ള എല്ലാ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഔട്ട്ഡോറായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അവിടേക്ക് നമ്മളെല്ലാവരും കൂടെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ക്യാമറയും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു പാർക്കിൽ. ഇനി ഇവിടുന്ന് കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോസും കൂടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയൊക്കെ അവരെടുത്തത് കേട്ടോ. അപ്പോൾ ഇച്ചുവിനെയും കൂടി ചേർത്തിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടി ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഫോട്ടോസാണ് കേട്ടോ. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി അവർ വെക്കും കേട്ടോ. ഒട്ടും നമുക്ക് ബോറടിക്കാത്ത രീതിയിലാണ് നമ്മൾ അത്രയും നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഫാമിലി ഷോട്ട് വന്നിട്ട്. വീഡിയോസിൽ ഇത് വരുമോയെന്നറിയില്ല. ഞങ്ങളോടിങ്ങനെ നല്ല കാഷ്വലായിട്ട് തന്നെ നടന്നു വരാനും സംസാരിക്കാനും ബേബീനെ ഒട്ടും എഫേർട്ട്ലെസ് ആയിട്ട് എടുക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യാനുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ നിന്ന് നല്ല കൂളായിട്ട് എല്ലാത്തിനും ഞങ്ങൾ നിന്നു. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാർക്കിൽ ഒരു 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളും
കഴിഞ്ഞു കേട്ടോ. പിന്നെ അവൻ നല്ല ഉറക്കമായിരുന്നു, കുറേ നേരം കണ്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര കംഫർട്ടാണെന്നുള്ളത് ഇതിൽ നിന്ന് കാണാം. പിന്നെ സ്ട്രോളറിൻ്റെ ഒരു ആഡ് വരുന്നുണ്ട്, അതിനും കൂടി ഉള്ളത് അവർ ഷൂട്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആൾ വന്നിട്ട്. അപ്പോൾ അവർ ബേബിയായിട്ട് നന്നായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആഡ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടാലോ.